കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും എല്ലാ വാഹനങ്ങളിലും എല്ലാ KSRTC ബസ്സുകളിലും ഫ്രീ ആയി യാത്ര ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. ടൂർ പോവാം. അതിനുശേഷം അവർ തീരുമാനമെടുത്തത് എങ്ങനെയാണ്? ഓർഡിനറി ബസ്സിന് മാത്രമാക്കി മാറ്റി. തിരുവനന്തപുരം നഗരത്തിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. ശരിക്കും തിരുവനന്തപുരത്തുള്ള സ്ത്രീകളെ ഇതിൽ നിന്ന് ഏതാണ്ട് പുറത്താക്കിയതുപോലെയാണ് അവസ്ഥ. ഈ മുനമ്പത്തെ വഖഫ് ഇഷ്യൂ സതീശൻ അധികാരത്തിൽ കയറിയാൽ 10 മിനിറ്റ് കൊണ്ട് തീർച്ചയാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മാസമായി അധികാരത്തിലേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബന്ധു നിയമന വിവാദത്തിലായി. ആരോഗ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്ന ക്യാബിനറ്റിൽ മരുമകനെ മന്ത്രിയാക്കിയില്ല. ആ ഇരട്ടത്താപ്പാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന വിഷയം. ഭരണത്തിലെത്തിയതിന്റെ അന്ന് തന്നെ തുടങ്ങി ഈ വക അഭ്യാസങ്ങൾ. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഇപ്പോൾ. അതല്ലെങ്കിൽ ഈ UDF-കാരുടെ സ്വഭാവം മനസ്സിലൊന്ന് പറച്ചിലൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്ന രീതിയിലാണ്. VD സതീശൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം, അതിനുള്ള അനുവാദം തരും. മറ്റേ പൂക്കിച്ചിരിയൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ, ആ ചിരിയൊക്കെ വന്നത് ഞാൻ ഇതൊക്കെ കൊടുക്കും എന്നുള്ള രീതിയിലാണ്. എങ്ങനെ കൊടുക്കാൻ പറ്റും? കേരളത്തിലെ ജെൻസി അല്ലെങ്കിൽ യുവജനങ്ങളെ മൊത്തത്തിൽ മണ്ടന്മാരാക്കുന്ന ഒരു നിലപാടാണ്. ഉത്തരവാദിത്തരാഹിത്യത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു ഈ സർക്കാർ. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയത് കൊണ്ടാണ് ഈ പകർച്ചവ്യാധികൾ ഇങ്ങനെ പടരുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. KM മുരളീധരൻ്റെയും KM ഷാജിയുടെയും ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പലതും പറഞ്ഞിട്ടുണ്ടാവും. മുൻപ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും യാതൊരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു എന്നാണ്. നിങ്ങളുടെ നേതാക്കളെ നിങ്ങൾ വിശ്വസിക്കരുതെന്നാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവർ തന്നെ പ്രൂവ് ചെയ്തത്. ഐസൻ, നമ്മുടെ പുതിയ VD സതീശൻ സർക്കാർ അല്ലെങ്കിൽ UDF സർക്കാർ അധികാരം വേണ്ടിയിട്ട് 1 മാസം കഴിഞ്ഞു. ഇന്ന് ഈ സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റുമാണ്. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ VD സതീശൻ സർക്കാർ എന്തൊക്കെയാണ് കേരളത്തിൽ ചെയ്തത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കണ്ടേ? എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതെ, വന്ന അന്ന് തന്നെ അധികാരത്തിലേറ്റ് ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബന്ധു നിയമന വിവാദത്തിലായി. വിക്കറ്റ് തെറിച്ചു, അത് വേറെ കാര്യം. പക്ഷേ ബന്ധു നിയമനം നടത്തി. സണ്ണി ജോസഫിൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ നിയമിച്ചു. അത് വലിയ വിഷയമായി. ബെന്നി തോമസിനെ നിയമിച്ചു. ബെന്നി തോമസിനെ ഒഴിവാക്കുകയും ചെയ്തു. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായങ്ങൾ വളരെ പലതാണ്. മന്ത്രിസഭയിലൊക്കെ പറഞ്ഞ ന്യായമാണ് വിചിത്ര ന്യായങ്ങളായത്. മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ പറഞ്ഞതാണ് വിചിത്രമായ ചില ന്യായങ്ങളായത്. ആരോഗ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്ന ക്യാബിനറ്റിൽ മരുമകനെ മന്ത്രിയാക്കിയില്ലെന്ന്. ഇതിലും വിചിത്രമായൊരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? മരുമകൻ ജയിച്ചു വന്നതല്ലേ ബേപ്പൂരിന്ന്. അത്തരത്തിലുള്ള ഒരു മുട്ടുന്യായം പറഞ്ഞിട്ടല്ലല്ലോ അതിനൊന്നും മറുപടി പറയേണ്ടത്. ബന്ധു നിയമനം, അതായത് 1.5 ലക്ഷത്തോളം രൂപ ശമ്പളം കിട്ടും, അണ്ടർ സെക്രട്ടറിയുടെ പദവിയാണെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ബന്ധു നിയമനം മുൻപ് ഉണ്ടായിട്ടുണ്ട്, കാലത്തുണ്ടായിട്ടുണ്ട്. അതെ, ഇപ്പം ഈ ജയരാജൻ്റെ ബന്ധു നിയമനം, അത്തരത്തിലുള്ള ബന്ധു നിയമനം, വിക്കറ്റുകൾ, ആ ബന്ധു നിയമനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത സംവിധാനങ്ങൾ തന്നെയാണ് ഈ ഒരു തീരുമാനമെടുക്കുന്നത്. ആ ഇരട്ടത്താപ്പാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന വിഷയം. അതായത് സർക്കാരിൻ്റെ കസേരയിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ, സർക്കാരിൻ്റെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തങ്ങൾക്കും തങ്ങളുടെ ബന്ധുക്കൾക്കും, എൻ്റെ നാട്ടിൽ വളരെ വിചിത്രമായ ചില ഉദാഹരണങ്ങളൊക്കെ അത് പറയും. അത്തരത്തിൽ ഒരു അശ്ലീലമൊന്നും അല്ലെങ്കിലും അത്ര ആക്ഷേപം അതിൻ്റെ അങ്ങേയറ്റെത്തുന്നതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയാതിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു രീതിയിൽ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് ഭരണത്തിലെത്തിയതിൻ്റെ അന്ന് തന്നെ തുടങ്ങി ഈ വക അഭ്യാസങ്ങൾ. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഈ പണി. അതല്ലെങ്കിൽ ഈ UDF-കാരുടെ സ്വഭാവം മനസ്സിലൊന്ന് പറച്ചിലൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്ന രീതിയിലാണല്ലോ. അതെ, മനസ്സിലൊന്ന് പറച്ചിലൊന്ന് പ്രവൃത്തി മറ്റൊന്ന്, പ്രവൃത്തികൾ മറ്റൊന്ന് എന്ന് പറഞ്ഞ അവസ്ഥയായി. കാരണം പണ്ട് പ്രവർത്തിക്കുന്നത് ഒരാളുടെ പ്രവർത്തനങ്ങളായിരുന്നു. ഇതിപ്പോൾ പലതരം പ്രവർത്തനങ്ങളാണ്. അത്തരത്തിൽ ഓരോരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മറിഞ്ഞും തിരിഞ്ഞും കാണിച്ചു കൂട്ടുകയാണ്. അതുപോലെ തന്നെ വിവാദങ്ങളുടെ ഈ 30 ദിവസത്തിനുള്ളിൽ അതുപോലെ തന്നെ വിവാദങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് വന്നത്, ഒന്നിന് പുറകെ ഒന്ന്. അപ്പോൾ നമുക്ക് വഖഫിൻ്റെ കാര്യം ആലോചിച്ചാലോ? ഈ മുനമ്പത്തെ വഖഫ് ഇഷ്യൂ സതീശൻ അധികാരത്തിൽ കയറിയാൽ 10 മിനിറ്റ് കൊണ്ട് തീർച്ചയാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 10 മിനിറ്റിന് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1 മാസമായി. അതിനുശേഷം അധികാരത്തിൽ കയറിയതിനു ശേഷം അദ്ദേഹം പറയുന്നത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു, മുൻ സർക്കാരിനെ പഴി പറയുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ സർക്കാർ മാറിയത് എന്നുള്ളൊരു ന്യായമായ ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുകയല്ലേ? മുനമ്പത്തെ ആ വിവാദ ഭൂമി ഇപ്പോൾ ഉമീദ് പോർട്ടലിൽ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വീണ്ടും അത് അവിടെ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് അവകാശമില്ലാത്ത രീതിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ്. ശരിക്കും VD സതീശൻ മുനമ്പത്തെ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ ശരിക്കും അതിനകത്ത് വഞ്ചിച്ചിരിക്കുകയാണ്. വഞ്ചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് പറഞ്ഞ്, കാരണം നമുക്ക് ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കി തന്നെ പോകേണ്ടത്. നല്ല വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയാണ് VD സതീശൻ, LLM-കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന നിയമവകുപ്പുകളൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടാവും.
അതിലേറ്റവും പ്രധാനപ്പെട്ട നിയമവകുപ്പായി അദ്ദേഹം പറഞ്ഞത് ഈ വഖഫുമായി ബന്ധപ്പെട്ട നിയമത്തിലെ സെക്ഷൻ 97 96 97 പ്രകാരം ഒരു ഉത്തരവ് ടൈപ്പ് ചെയ്യാനുള്ള സമയമാണ് ഈ 10 മിനിറ്റ്. ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് അങ്ങ് ഒപ്പിട്ട് സീൽ വെച്ച് കൊടുക്കാനുള്ള സമയമാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ എൻ്റെ ഉമീദ് പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലവിലെ വഖഫ് ഭൂമികൾ ഏതൊക്കെ എന്നതിൻ്റെ ഒരു കണക്കെടുക്കുന്ന ഒരു പോർട്ടൽ മാത്രമാണത്. ആ ഉമീദ് പോർട്ടലിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അന്തിമ സുപ്രീം കോടതി വിധി പോലെയൊന്നും അല്ലത്. പക്ഷേ ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്തി അത് കാരണം ഇനി അത് പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ അതിനെ ബേസിക്കായി അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യം, അതായത് ഒരു നിരുത്തരവാദപരമായ നിലപാടാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ചത്. അതേ സ്വഭാവം തന്നെ മുഖ്യമന്ത്രി കസേരയിലും വന്നിരുന്ന് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമായി വരും, ജനങ്ങൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായി വരും. അതെ അതെ, വീണടത്ത് കിടന്ന് ഉള്ളുന്ന പോലെയാണ് പല പ്രസ്താവനകളും. അത് പറയുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ സംസാരിച്ചതുപോലെ ഇന്ദിരാ ഗ്യാരണ്ടി ബസ് എന്താണ് അതിന്റെ അവസ്ഥ? അതെ അതെ, ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും എല്ലാ വാഹനങ്ങളിലും എല്ലാ KSRTC ബസ്സുകളിലും യാത്ര ചെയ്യാം, ഫ്രീ ആയി യാത്ര ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തിനൊക്കെ യാത്ര ചെയ്യാം? ടൂർ പോവാം, ഗുരുവായൂർ പോകാം എന്നൊക്കെ KC വേണുഗോപാലിന്റെ പ്രസംഗം ഇപ്പോഴും, അല്ലെങ്കിൽ അതിൻ്റെ വാർത്തകൾ കാണും. നിങ്ങൾക്ക് ഗുരുവായൂർ പോകണ്ടേ, തിരുപ്പതി പോകണ്ടേ, അല്ലെങ്കിൽ മംഗലാപുരത്ത് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള പല സ്ഥലങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ള അത്തരം പ്രസംഗങ്ങൾ കാണാം. അതിനുശേഷം അധികാരത്തിൽ വന്നപ്പോൾ 15-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷെ അതിനുശേഷം അവർ തീരുമാനമെടുത്തത് എങ്ങനെയാണ്? ഓർഡിനറി ബസ്സിന് മാത്രമാക്കിയിട്ട് മാറ്റി. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തെ വെച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്, സർവീസ് വളരെ കുറവാണ്. കൂടുതൽ ദൂരം പോകേണ്ട സ്ഥലങ്ങളിലേക്കെല്ലാം കൂടുതൽ ദൂരം പോകേണ്ട ആളുകൾ സിറ്റി ഫാസ്റ്റ് പോലെയുള്ള മറ്റ് സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ശരിക്കും തിരുവനന്തപുരത്തുള്ള സ്ത്രീകളെ ഇതിൽ നിന്ന് ഏതാണ്ട് പുറത്താക്കിയതുപോലെയാണ് അവസ്ഥ. ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പുകളുടെ അവസ്ഥ എന്താണെന്ന് പോലും കൃത്യമായിട്ട് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോയ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. എല്ലാ ബസ്സിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, പ്രിയദർശിനി എന്നുള്ള പേരുമുണ്ട്. സ്ത്രീകൾ അതിൽ കയറാൻ ചെല്ലുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് ഇത് ഓർഡിനറി അല്ല, ഇത് സിറ്റി ഫാസ്റ്റാണ് എന്ന്. ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓർഡിനറി അല്ല, പക്ഷേ ഓർഡിനറി ബസ്സുകളുടെ ഗണത്തിൽപ്പെടുന്നത്, ഞാനിത് അന്വേഷിച്ചപ്പോൾ ഓർഡിനറി ബസ്സിൻ്റെ ഗണത്തിൽപ്പെടുന്നത് ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ്. ഇനി മറ്റൊരു വിചിത്രമായ കാര്യം കൂടിയുണ്ട്, ടൗൺ ടു ടൗൺ എന്ന് പറഞ്ഞത് തിരുവനന്തപുരം, കൊല്ലം, അതിനിടയ്ക്ക് 1-2 സ്റ്റോപ്പ് 4 സ്റ്റോപ്പുകളൊക്കെയായി പോകുന്ന ആ ബസ്സും സാങ്കേതികമായി ഓർഡിനറി ബസ്സാണ്. ഈ ഡിസ്റ്റൻസ് 40 കിലോമീറ്ററൊക്കെ നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു സൂചനയും ലഭ്യമാകുന്നുണ്ട്. കാരണം ഈ ഓർഡിനറി ബസ്സുകൾ എന്ന് പറയുമ്പോൾ 40 കിലോമീറ്റർ ഇത് ഓടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ 40 കിലോമീറ്ററിന് അപ്പുറത്ത് പോകുന്ന ഈ ടൗൺ ടു ടൗൺ ബസ്സിൽ എങ്ങനെയാണ് സൗജന്യം എന്നുള്ളത് സംബന്ധിച്ച് കൺഫ്യൂഷനാണ്. ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് ഇത് നടത്തിയത് എന്നുള്ളതിന് ഏറ്റവും മികച്ച ഉദാഹരണം അന്ന് എനിക്ക് കൃത്യമായി തൃശ്ശൂരിലെ ബസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ലഭിച്ചൊരു വിവരം ഉണ്ടായിരുന്നു. അതായത് ഈ ടിക്കറ്റുകളിലൊക്കെ റാക്കിംഗ്, ആ ടിക്കറ്റ് റാക്കിൽ കൃത്യമായി അതൊരു സംവിധാനം ഒരുക്കി അതിൻ്റെ ഇത് സിസ്റ്റം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതായത് സ്ത്രീ എന്ന് പറഞ്ഞ വുമൻ എന്ന് പറയുന്നൊരു സാധനം അല്ലെങ്കിൽ ഒരു എൻട്രി അതിനകത്ത് കൊടുക്കുമ്പോൾ അത് 0 ബില്ലായി പോകേണ്ട സ്ഥലത്തേക്കുള്ള ടിക്കറ്റായി മാറും. പക്ഷേ വളരെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, അതായത് കസ്റ്റമർ റിലേഷൻ്റെ ഒരു പ്രധാനമായൊരു തത്വം കൂടി KSRTC പാലിക്കുന്നത് ആ കാര്യത്തിൽ ഞാൻ കണ്ടു. അത് അഭിനന്ദിക്കേണ്ടതാണ്. കാരണം ഓരോ യാത്രക്കാരോടും ആ കണ്ടക്ടർ പറയുന്നത്, വനിതാ യാത്രക്കാരോട് നിങ്ങൾ ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റ് എടുക്കാതിരിക്കരുത്, ടിക്കറ്റ് 0 ടിക്കറ്റാണ് അടിച്ചു തരിക, ഈ ടിക്കറ്റ് ഇല്ലാതെ നിങ്ങളെ ഇൻസ്പെക്ഷൻ വരുന്ന ഇൻസ്പെക്ടർ പിടിക്കുകയാണെങ്കിൽ 500 രൂപ ഫൈൻ ചെയ്യും. ഇത് കൃത്യമായൊരു നല്ലൊരു സന്ദേശമാണ്. അത് നല്ലൊരു കസ്റ്റമർ റിലേഷൻ്റെ ഏറ്റവും മികച്ചൊരു മോഡലായി തന്നെ നമുക്കതിനെ കണക്കാക്കാം. അത് ഓരോരുത്തരോടും പറഞ്ഞാണ്, ആ ബോധവൽക്കരണം നടത്തിയാണ് അവർ സഞ്ചാരം ആരംഭിക്കുന്നത് തന്നെ, ആ യാത്ര ആരംഭിക്കുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. അത് അഭിനന്ദിച്ച് തന്നെ പോകണമല്ലോ. അഭിനന്ദനാർഹമായൊരു കാര്യം തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇതിൽ ഒരു വ്യക്തത ഇല്ലാത്തൊരു സംഭവം വന്നതിന് ഒന്നാമത്തെ തെളിവ്, ഈ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ അതിൽ ബില്ലോടെയാണ്, അതായത് എമൗണ്ടോടെയാണ് വരുന്നത്. തൃശ്ശൂർ വന്നൊരു മിസ്റ്റേക്കാണ്. മുന്നൊരുക്കം ഉണ്ടായെങ്കിൽ ഇതൊരു സോഫ്റ്റ്വെയറിൻ്റെ സംവിധാനമല്ല, ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തൃശ്ശൂർ ഡെപ്പോയിൽ മാത്രം അതില്ലാതിരിക്കുന്നത്. തൃശ്ശൂർ ഡെപ്പോയിൽ ഇല്ലാതിരുന്നെങ്കിൽ തൃശ്ശൂർ എന്തോ വീഴ്ച വന്നു. അത്തരത്തിൽ ഇതൊന്നും നടത്താൻ ഉദ്ദേശിച്ചതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ വീഴ്ചകൾ വരുന്ന രീതിയിൽ അത് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുക, അത്തരം ഒരു സംവിധാനമൊക്കെ ചെയ്തതൊരു യുക്തിശൂന്യതയായി എനിക്ക് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ദേവസ്വം ബോർഡിലെ പ്ലീഡർ നിയമനം. ആ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായ KB പ്രദീപ് എന്ന് പറയുന്ന വക്കീലിനെയാണ് ദേവസ്വം ബോർഡിൻ്റെ വക്കീലായിട്ട്, അതായത് പ്രതിയുടെ വക്കീലിനെ വാദിയുടെ വക്കീലായിട്ട് പുനർനിയമിക്കുക എന്ന് പറയുന്ന ഒരു എങ്ങും കേട്ടുകേഴ്വിയില്ലാത്ത വളരെ വിചിത്രമായൊരു സംഭവം. അതിനുശേഷം ആ ദേവസ്വം മന്ത്രിയായിട്ടുള്ള K മുരളീധരൻ പറയുന്നു ഇത് ഞാൻ അറിഞ്ഞിട്ട് ചെയ്തതല്ല. അപ്പോൾ ദേവസ്വം ബോർഡിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും മന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഇതിന് മുമ്പ് ഇവരെങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ദേവസ്വം ബോർഡിൽ നടക്കുന്ന കാര്യങ്ങൾ മന്ത്രി അറിയണം, അത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ മന്ത്രി എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? പക്ഷേ അതിന് കുറേ വിചിത്രമായ ന്യായീകരണവും പറഞ്ഞ് അദ്ദേഹം
വട്ടം തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം അത് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിന് വിട്ടു. മന്ത്രിസഭാ യോഗം അത് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വിട്ടു. മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് അത് വന്നത്. തീരുമാനമെടുത്തത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ മാത്രമല്ല മുഖ്യമന്ത്രിക്കും ഈ കെ പി പ്രദീപിന്റെ അപ്പോയിന്റ്മെന്റിനകത്ത് റോളുണ്ടെന്നല്ലേ? റോളുണ്ട്. അതായത് റോളുണ്ടെന്ന് മാത്രമല്ല, ഇത് എന്താണ് ഈ റോള് എന്നുള്ളതാണ് ഏറെ സംശയം ഉയർത്തുന്നൊരു കാര്യം. പ്രത്യേകിച്ച് പ്രതിഭാഗം വക്കീല്, വാദിഭാഗം വക്കീൽ, അതും വാദിഭാഗം എന്ന് പറയുന്നത് സിവിൽ കേസല്ല, പേഴ്സണൽ ഡിസ്പ്യൂട്ട് കേസുകളല്ല. അത് ഈ വാദിഭാഗം വക്കീൽ എന്ന് പറയുന്നത് പ്രോസിക്യൂഷനാണ്. ക്രൈംബ്രാഞ്ചൊക്കെയാണ് ഈ വാദിഭാഗം. കുറ്റകൃത്യം എന്ന് പറയുന്നത് ക്രൈമാണ്, മോഷണമാണ്, തെഫ്റ്റാണ്. അതും നിസ്സാര കൊള്ളയാണോ? ദേവന്റെ മുതലേക്കാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. എന്താ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ആ പരിപാടി ചെയ്യാൻ കൂട്ടുനിന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി ഹാജരായ ഒരു അഭിഭാഷകൻ നേരെ വാദിഭാഗത്ത് വരുന്നു. 3-4 ദിവസം ആ കസേരയിൽ ഇരിക്കുന്നു. പിന്നീട് ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അത് മതി. ഒരു പ്രതിഭാഗം വക്കീലിന് അത്രയൊക്കെ ധാരാളം മതി. ആരായാലും ഒരു പരിമിതമായ നിയമജ്ഞാനമുള്ള ഒരാൾക്ക് അവിടെ വന്ന് കുറച്ച് രേഖകൾ കണ്ടെത്തി അതിൻ്റെ ഒരു ഓപ്പറേഷൻ സൈഡ്സ് എന്നൊക്കെ പറയും. നമ്മുടെ ജഡ്ജിമെൻ്റ് ഒക്കെ വായിക്കുമ്പോൾ ഓപ്പറേഷൻ സൈഡുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിമെൻറ്റിൽ കുറേ കാര്യങ്ങൾ വിശദീകരിച്ച് ഈ സാഹചര്യത്തിൽ ഈ നിഗമനത്തിൽ ഞാൻ എത്തുന്നു എന്ന് പറയുന്ന അവസാന ഭാഗം വായിച്ചാൽ മതി. ഏത് അഭിഭാഷകനും കാര്യങ്ങൾ മനസ്സിലാവും ജഡ്ജിമെൻറ്റിൽ. അതുപോലെ വാദമുഖങ്ങളുടെ ഒരു ലിസ്റ്റ് കിട്ടിയാൽ മതി. ഈ ലിസ്റ്റ് മാത്രം ഉപയോഗിച്ചാണ് അവൻ എതിർവാദം നിരത്താൻ പോകുന്നത്. അപ്പോൾ കോടതിയിൽ ഈ കേസ് എവിടെ ചെന്ന് എത്തുന്നു ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണാം. എന്തൊക്കെ തന്നെയായാലും പ്രദീപിൻ്റെ നിയമനം ഒരു പ്രശ്നം തന്നെയാണ്. അതിനുശേഷം PM ശ്രീയിലുണ്ടായിട്ടുള്ള ഈ മലക്കം മറിച്ചുകളും കൊഴാമറിച്ചുകളും അതിൽ മുസ്ലിം ലീഗും VD സതീശനും ആകെ പെട്ട് കിടക്കുകയാണ്. അതെ, അത് തമാശയായിപ്പോയി. അത് എന്താ രഞ്ജിത്തിന് തോന്നുന്നത്? ഈ PM ശ്രീയുടെ പ്രശ്നം എന്താണ്? എന്താ PM ശ്രീയുടെ പ്രശ്നം? PMC നടപ്പിലാക്കുന്നതിലൊരു പ്രശ്നമില്ല. PMC നടപ്പിലാക്കുന്നതിനോട് ഞാൻ യോജിക്കുന്ന ആളാണ്. എന്തപ്പോൾ നമുക്കതിലൊരു സർക്കാരിനൊരു പ്രശ്നം കണ്ടെത്തണമെങ്കിൽ ആ പ്രശ്നം നമ്മൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവണം. നമ്മൾ പത്രം വായിക്കുകയും TV കാണുകയും റേഡിയോ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർക്ക് എന്താ പ്രശ്നം എന്ന് മനസ്സിലായിട്ടില്ല. VD സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ അതിനുശേഷം വന്നത് സർവ്വശിക്ഷാ അഭിയാനിന് വേണ്ടി ലഭിച്ചിരിക്കുന്ന ഫണ്ട് നേരത്തെ വാങ്ങിച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നുള്ള ഒരു മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ടാണ്. നേരെ കാര്യം പറയുന്നേ, PMC നല്ലതാണ്, PMC നടപ്പിലാക്കേണ്ടത് ഈ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ താല്പര്യത്തിന് അനുഗുണമാണ്, പിന്നെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറ. അങ്ങനെയല്ലാതെ അദ്ദേഹം പറയുന്നത് ഈ നിലത്ത് വീണിട്ട് അവിടെ കിടന്ന് ഉള്ളുന്നത് പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റിലാണ് VD സതീശൻ ഇറക്കിയിരിക്കുന്നത്. PMCയുടെ കഴിഞ്ഞ ദിവസം അത് KM ഷാജിയുടെ പ്രസ്താവനയും. KM ഷാജി പറയുന്നത് ഞാൻ ആളുകൾക്ക് ആവേശമുണ്ടാക്കാൻ വേണ്ടി അതിശയോക്തിപരമായിട്ട്, ആ വാക്ക് തന്നെ അയാൾ ഉപയോഗിച്ചു, അതിശയോക്തിപരമായിട്ട് പലതും പറഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? KM ഷാജി പ്രസംഗിക്കുന്ന കാര്യങ്ങൾ മതമാണ് പ്രശ്നം എന്ന് KM ഷാജി പ്രസംഗിച്ചു. അപ്പോൾ അതൊക്കെ വെറുതെ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിനെ തലയിലേറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അണികൾ മനസ്സിലാക്കേണ്ടത്. KM ഷാജിയുടെ പ്രസംഗങ്ങളെ വളരെ ആവേശത്തോടുകൂടി കാണുന്ന അണികളുണ്ടല്ലോ, അവർ മനസ്സിലാക്കേണ്ടത് KM ഷാജി ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങളെ ആവേശപ്പെടുത്തുവാൻ വേണ്ടി പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങളെ വിഡ്ഢികളാക്കുകയാണ് അയാളെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, കളവ് പറയാനൊരു മടിയില്ലാത്ത അവസ്ഥയായി. ഞാൻ അന്ന് പറഞ്ഞത് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി വാരി വലിച്ച് ചുരുട്ടിക്കൂട്ടി അറബിക്കടലിൽ ചവിട്ടി താഴ്ത്തും. അറബിക്കടലിൽ കണ്ടു പോയോ? ഇപ്പോൾ വിചിത്രമായ വർത്തമാനങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതുപോട്ടെ, അത് പറഞ്ഞതിന് ശേഷം ഈ പരിപാടി നടത്തുമ്പോൾ അത് ഞാൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതല്ലേ, കളവ് പറയുന്നൊരു രീതി അനുവർത്തിക്കുന്ന മന്ത്രിസഭാംഗങ്ങളുടെ ഒരു രീതി കൂടി നമുക്ക് കാണാൻ പറ്റി. ഒന്ന് ഷാജി പറയുന്നത്, ഞാൻ മന്ത്രിസഭയിലില്ലാതിരുന്ന പ്രതിപക്ഷത്തിരുന്ന കാലത്ത് ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇപ്പോൾ ബാധകമല്ല, അപ്പം നിലപാടില്ല എന്ന് ബോധ്യപ്പെടാം. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നത്. അതെ, നിലപാടുകളുടെ രാജകുമാരനാണ്, രാജാവായിട്ടില്ല. നിലപാടുകളുടെ രാജകുമാരനായതുകൊണ്ട് ഒരു കൗമാര കലയായി അതിന് നമുക്ക് കാണാം, ഒരു വിവരക്കേടായി കാണാം. പോട്ടെ, അതുപോലെ തന്നെ മറ്റൊരു പ്രസ്താവന, അതായത് വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് മുരളീധരൻ നടത്തിയത്. മുരളീധരൻ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് എരണം കെട്ടവൻ നാട് ഭരിക്കുമ്പോൾ രോഗങ്ങൾ വരുമെന്നാണ്. ഇപ്പൊ കേരളത്തിൽ രോഗങ്ങളുടെ അയ്യരികളി. അതെ, അപ്പോൾ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും അതൊരു തെറ്റായ രീതിയാണ്. എന്നാലും ഈ അന്ന് പറഞ്ഞ പ്രസ്താവനയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി, ഇതിൻ്റെ പിന്നിൽ കണ്ടില്ലേ, കേരള സർക്കാരിൻ്റെ പ്രതിനിധിയാണ്, ഞാൻ മന്ത്രിയാണ്, പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞാൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രി കസേരയിൽ അത് ബാധകമല്ല. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ രണ്ട് മന്ത്രിമാരുടെ ഈ വിചിത്ര പ്രസ്താവനകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, UDF വോട്ട് ചെയ്ത കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ, UDF വേണ്ടി പ്രവർത്തിച്ച കേരളത്തിലെ അവരുടെ അണികളുണ്ടല്ലോ, മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഉൾപ്പെടുന്ന ആ അണികളോട്, ആ അണികളുടെ ആത്മാർത്ഥതയോട്, അവരുടെ വിശ്വാസത്തോട് ഈ രണ്ട് മന്ത്രിമാരും നടത്തുന്ന കൊഞ്ഞനം കുത്തലുകളാണ്. ഈ മുരളീധരൻ്റെയും KM ഷാജിയുടെയും ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പലതും പറഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ
മുൻപ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും യാതൊരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു എന്നാണ്. ഈ അണികളോട് അവർ കാണിക്കുന്നതിനൊന്നും യാതൊരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നതാണ്. നിങ്ങളുടെ നേതാക്കളെ നിങ്ങൾ വിശ്വസിക്കരുതെന്നാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവർ തന്നെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭരണമാറ്റമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഭരണമാറ്റമില്ല, പഴയ കാലത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ പുതിയ കാലത്ത് പഴയ ഭരണം പോലെ തുടരും, ഭരണമാറ്റമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ ഇനിയിപ്പോൾ ആരോഗ്യ വിഷയങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് അതീവ ഗുരുതരമായൊരവസ്ഥയായി പടർന്നു പിടിക്കാൻ നിപ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ, അതായത് ഈ അടുത്ത കാലങ്ങളിലാണ് ഒരു ബാക്ടീരിയ, ഷിഗല്ല ബാക്ടീരിയയുടെ ഒരു വ്യാപനം ഉണ്ടായത്. ഷിഗല്ല ബാക്ടീരിയയുടെ വ്യാപനം ഉണ്ടായപ്പോൾ നിരുത്തരവാദപരമായ മന്ത്രി കസേരയുടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ജനങ്ങളോട് പറയുന്നത്, മാധ്യമങ്ങളോട് പറയുന്നത് ജനങ്ങളോടാണ്. അത് ആ നിമിഷം തന്നെ വാർത്തയായി പോകുന്ന സാഹചര്യമാണ് ഇന്നത്തെ സാഹചര്യം. വെബുകളിലായാലും അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലിലൊക്കെ ലൈവായാണ് മന്ത്രിമാരുടെ വാർത്താ സമ്മേളനം പോകുന്നത്. ആ വാർത്താ സമ്മേളനം പോകുന്ന വേളയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചില്ല എന്നൊക്കെ കളക്ടറും മന്ത്രിയും തമ്മിലൊരു ആശയവിനിമയം നടന്നില്ല എന്ന് കൃത്യമായി നാട്ടുകാർക്ക് മനസ്സിലായി, ഇത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാവുന്നൊരു സാഹചര്യം ഉണ്ടാകും. നിരുത്തരവാദപരമായ പകർച്ചവ്യാധി പ്രതിരോധ നിലപാടാണ് ഉണ്ടായത്. ഉത്തരവാദിത്ത രാഹിത്യത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു ഈ സർക്കാർ. കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം, ഈ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയത് കൊണ്ടാണ് ഈ പകർച്ചവ്യാധികൾ ഇങ്ങനെ പടരുന്നതെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് പാളിയത് ഈ സർക്കാരിൻ്റെ കുഴപ്പമാണ്. അതിന് മുൻ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അധികാരം ഏൽക്കേണ്ടത് എന്നായിരുന്നു. നിങ്ങൾ മന്ത്രിയെ തീരുമാനിക്കാൻ താമസിച്ച ആരുടെ കുഴപ്പമാണ്? അതെ, 18-ാം തീയതി വരെ നീട്ടിയത് എന്തിനാ? 4-ാം തീയതി തീരുമാനിച്ചതല്ലേ? 14 ദിവസം ആരോട് പറഞ്ഞു നീട്ടി? അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് UDF ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിന് ഉത്തരവാദി, അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ് അതിന് ഉത്തരവാദി. അതായത് കേരളത്തിൽ ഈ പടരുന്ന പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് ഈ സർക്കാർ താമസിപ്പിച്ച് ഈ സർക്കാരിൻ്റെ കർത്തവ്യ വ്യഗ്രത ഇല്ലായ്മ കൊണ്ടുണ്ടായതാണ്. കേരളത്തിലെ ജെൻസി അല്ലെങ്കിൽ യുവജനങ്ങളെ മൊത്തത്തിൽ മണ്ടന്മാരാക്കുന്ന ഒരു നിലപാടാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുള്ള രീതിയിൽ ഈ സർക്കാർ മുൻപോട്ട്. ഇപ്പം പത്രവാർത്തയൊക്കെ വന്നിരുന്നല്ലോ, ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഡയറക്ടർ സർക്കാരിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രപ്പോസൽ ഉണ്ട്. അതിനകത്ത് 18 ഇനം ഐറ്റത്തിന് മാത്രമാണ് മോഡിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. വി ഡി സതീശൻ എന്താ പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം, അതിന് വേണ്ടിയിട്ട് ഞാൻ അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ അതിനുള്ള അനുവാദം തരും. അതിൻ്റെ പേരിലാണ് കേരളത്തിലുണ്ടായിരുന്ന ഈ പാവപ്പെട്ട യുവാക്കൾ അവരുടെ രക്ഷകർത്താക്കളെ ഒക്കെ വിവിധ രീതിയിൽ സ്വാധീനിച്ച് വി ഡി സതീശന് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം മറ്റേ പൂക്കിച്ചിരിയൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ, ആ ചിരിയൊക്കെ വന്നത് ഞാൻ ഇതൊക്കെ കൊടുക്കും എന്നുള്ള രീതിയിലാണ്. എങ്ങനെ കൊടുക്കാൻ പറ്റും? അതെ, കോടതിയുടെ നിയന്ത്രണത്തിലിരിക്കുന്ന പാർലമെൻറ്റ് കൊണ്ടുവന്ന നിയമത്തിനെ വി ഡി സതീശൻ അല്ലെങ്കിൽ കേരള സർക്കാരിന് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യരുതെന്നല്ല ഞാനീ പറയുന്നത്, അതിനെ വ്യാഖ്യാനിച്ച് മറ്റൊരു രീതിയിലാക്കരുത്. സർക്കാർ തീരുമാനിക്കണം, പാർലമെൻറ്റ് നിയമം കൊണ്ടുവരണം, കോടതി അനുവദിക്കണം. കോടതിയുടെ കൃത്യമായ റെഗുലേഷൻസ് ഇക്കാര്യത്തിന് ഉണ്ട്. ഇങ്ങനെ ചെയ്യണം ചെയ്യരുത് എന്നുള്ളത് ഓരോ ജംഗ്ഷനിലും ഓരോ പോയിന്റിലും കോടതി ആ ഉത്തരവിനകത്ത് അല്ലെങ്കിൽ പുതിയ റെഗുലേഷൻസ് കോടതി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ യുവാക്കളെ മൊത്തത്തിൽ കബളിപ്പിക്കുന്ന രീതിയിൽ 18 ഐറ്റം. എനിക്കത് കേട്ടപ്പോൾ മറ്റേ കുതിരോട്ടം പപ്പുമൊക്കെ ചില സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്, പൈപ്പ് തുറന്നാൽ വെള്ളം വരും, സ്വിച്ച് ഇട്ടാലേ കറണ്ട് വരൂ, ഇരുന്നാൽ പിന്നെ എഴുന്നേറ്റിട്ടേ നടക്കാൻ പറ്റൂ. ഈ പറയുന്ന രീതിയിലുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നിങ്ങൾക്ക് കളർ മാറ്റാം, പക്ഷേ സർക്കാരിൻ്റെ അനുവാദം വാങ്ങിക്കണം. നിങ്ങൾക്ക് എൻജിൻ മാറ്റാം, നിങ്ങൾക്ക് ഇന്ധനം മാറ്റാം, എന്ത് വേണേൽ ചെയ്യാം, പക്ഷേ ഇതിനൊക്കെ ഫീസ് അടച്ച് സർക്കാരിൻ്റെ അനുവാദം. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്, അതായത് ഇന്നലെ രാവിലെ കൊണ്ടുവന്ന സംഗതിയല്ല. അപ്പം സതീശൻ പറഞ്ഞ കാര്യങ്ങൾ എവിടെ നിൽക്കുന്നു? ഈ നടപ്പിലാക്കാൻ പോകുന്നു എവിടെ പോകുന്നു? അതല്ലേ, എനിക്ക് അതിലൊരു എതിരഭിപ്രായം തോന്നുന്നില്ല. കാരണം രഞ്ജിത്ത് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി, മാധ്യമപ്രവർത്തകരായ നമ്മൾ കുറേ കൂടി ഒന്നൊരു അവധാനതയോടെ ചിന്തിച്ചാൽ നമുക്ക് തന്നെ ഉത്തരം കിട്ടും. കാരണം നമ്മൾ ആത്മവിമർശനപരമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണത്. കാരണം ഇതൊക്കെ നമ്മൾ എന്തിനു വിശ്വസിച്ച് ജനങ്ങളോട് പറഞ്ഞു? നമ്മളെ പ്രതികളാണ്. നമ്മൾ പറഞ്ഞില്ല ജനങ്ങളോട്. അല്ല, ഇവർ പറഞ്ഞു ഇതിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. വി ഡി സതീശൻ പറയുന്നു വാഹനങ്ങൾ ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ സംവിധാനമുണ്ട്. ഉടനെ വി ഡി സതീശനോട് ചോദിക്കണ്ടേ ഇതെങ്ങനെ മോഡിഫൈ ചെയ്യും? പാർലമെൻറ്റ് നിയമമില്ലേ? ഓരോരോ ഘട്ടങ്ങളിലും ഹൈക്കോടതി ഇത് നിരീക്ഷിക്കുന്നില്ലേ? അതായത് അപ്പോൾ വി ഡി സതീശന് മുമ്പിൽ നിന്ന മാധ്യമപ്രവർത്തകർ അതിനകത്ത് കൂട്ടുപ്രതിയാണെന്നാണോ പറയുന്നത്? കൂട്ടുപ്രതിയാണെന്ന് അറിയാതെ ആയിരിക്കാം, അറിയില്ല എന്നുള്ളത് ഒരു തെറ്റല്ലേ, ധാർമ്മികമായി തെറ്റല്ലേ? ഇപ്പം ഈ ജെൻസി കുട്ടികൾ മുഴുവൻ എതിർത്തു. ഈ ജെൻസി കുട്ടികൾ മുഴുവൻ എതിർക്കുന്ന ഒരു സാഹചര്യം വന്ന് അവർ മോഡിഫൈ ചെയ്യുക, ടയറിൻ്റെ ഈ ബലൂൺ ടയർ ഇട്ടിട്ട് ടയർ അതിൻ്റെ സ്വാഭാവിക വലുപ്പത്തിൽ നിന്ന് അപ്പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ടയർ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്, അതൊന്നും നടക്കില്ല, നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇതൊക്കെ നടത്തി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവർ കുറേ നടന്നു. അങ്ങനെ വീണ 4 വോട്ട്, ഏത് തരത്തിലും കുറച്ച് വോട്ട് വീഴട്ടെ, അധികാരം കൊണ്ട് കിട്ടട്ടെ. പിന്നെ എനിക്ക് തോന്നിയതൊക്കെ വിളിച്ച് പറയാം. അധികാരം വേറെ, രാഷ്ട്രീയ പ്രവർത്തനം വേറെ എന്നൊരു ബോധ്യമാണ്
രാഷ്ട്രീയ അധികാരം ജനാധിപത്യ ബോധ്യത്തോടെ നടപ്പാക്കപ്പെടുമ്പോൾ ആ ലഭ്യമാകുന്ന അധികാരം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, സത്യസന്ധമായി അത് ചെയ്യണമെന്ന ഒരു പൊതുബോധം, അടിസ്ഥാന ബോധം ഇല്ലാത്ത ഒരു സംവിധാനമായി പോയി VD സതീശൻ്റെ സർക്കാർ. അതാണ് പ്രശ്നം. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥലം മാറ്റം, DJ റീന എന്ന് പറയുന്ന ആ ഡോക്ടർ, അവരെ സ്ഥലം മാറ്റിയത് അതിനുവേണ്ടി സർക്കാർ പറഞ്ഞ ന്യായങ്ങൾ, ഇവർ പണ്ട് കൊറോണ സമയത്ത് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, ലീവിന് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരാളെ സ്ഥലം മാറ്റുന്നതിനോ ഒരു പുതിയ സർക്കാർ വരുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളിനെ മാറ്റി അവരുടെ ആളിനെ കൊണ്ടുവരുന്നതൊക്കെ കാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏത് സർക്കാർ വന്നാലും ഇതൊക്കെ ചെയ്യും. പക്ഷേ അതിനൊരു രീതിയില്ല. മിനിമം ഒരു ട്രിബ്യൂണലിൽ പോയാൽ അത് നിലനിൽക്കണ്ടേ ആ വാദങ്ങൾ? ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ റീന വീണ്ടും ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ വി മീനാക്ഷി, പകരം വന്നിരിക്കുന്ന വി മീനാക്ഷി ഒഴിയാതിരിക്കുകയും കോടതി ഉത്തരവ് കാണിച്ചിട്ടും ഒഴിയാതിരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത ജസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന സമയത്താണ് ഈ സാഹചര്യം. അതായത് അങ്ങേയറ്റ അപമാനകരമാണ്. ഒരു കസേരയിൽ 2 ഉദ്യോഗസ്ഥർ, അതും ഏറ്റവും തലപ്പത്ത്. അത് ഏതാണ് വകുപ്പ് എന്ന് ആലോചിച്ച് നോക്കണം. ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ആണ്. അതാ കേരളം മൊത്തം ഈ പനിക്കിടക്കയിൽ 1.79 ലക്ഷം പേരാണ് ജൂണിൽ കേരളത്തിൽ ഔദ്യോഗികമായി പനി ബാധിച്ചിരിക്കുന്നത്. ആ കണക്ക് ഇന്നിപ്പോൾ പത്രങ്ങളിലെല്ലാം വന്നു. ആ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന് നാഥനില്ലാതായിരിക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കുന്ന അവസ്ഥയിലുമാണ്. ഇതാണ് 30 ദിവസത്തെ VD സതീശൻ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രം. VD സതീശൻ പ്രതീക്ഷയല്ല നൽകുന്നത്. VD സതീശൻ ഒരു ഇരുട്ടിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നതെന്ന് ഏകദേശം ഒരു രൂപമാണ് ഇന്നത്തെ സ്ഥിതിയിൽ. മാറ്റങ്ങൾ വരാം. അതെ, 30 ദിവസം പ്രതീക്ഷിക്കാം. ഒരു സർക്കാരിനെ വിലയിരുത്താൻ വേണ്ട സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാലയളവാണെന്നല്ല ഈ പറഞ്ഞത്. ഇത്ര കണ്ട വീഴ്ചകൾ വന്നത് അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാവുന്നത്. വീണിട്ട് എണീറ്റിട്ടേ ഇല്ല. അതെ, എന്നാണ് അവസ്ഥ. വീണിട്ട് എണീറ്റിട്ടില്ലേ? കുറേ മുസ്ലിം ലീഗുകാരുടെയും ഈ VD സതീശൻ ഫാൻസ് അസോസിയേഷൻ്റെയും ഒക്കെ മുമ്പിൽ, ചില സംഘടനകളുടെയും ഒക്കെ മുമ്പിൽ ഈ സർക്കാരിനും ഇതിനുമൊക്കെ ചില ന്യായീകരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളുടെയൊക്കെ ചർച്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ VD സതീശൻ കേരളത്തിനെ ഏതാണ്ട് വേറെ ഏതോ നൂറ്റാണ്ടിലേക്ക് നയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണെന്ന് തോന്നും. ഈ 30 ദിവസം നമ്മളിപ്പോൾ പറയാതെ പോയ എത്രയോ പോയിന്റുകളുണ്ട്. ഇനിയൊരു 7-8 പോയിന്റുകൾ കൂടി നമുക്കിവിടെ പറയാവുന്നതാണ്. ആ അവസ്ഥയിലാണുള്ളത്. വീഴ്ചകൾ മാത്രം, എണീറ്റിട്ടേ ഇല്ല.